ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ വാർഷികത്തിലാണ്, ഒന്നാം വാർഷികത്തിലാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അതിന്റെ സമാപന വേദിയാകുന്ന ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വലിയ ഭാഗ്യമാണ് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ ഒരുപാട് മുസ്ലിമീങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് അത് അങ്കുരിപ്പിക്കുകയും അതിനെ വളർത്തി വലുതാക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ. ഒരുപാട് നമുക്ക് പറയാനുണ്ടാകും. പല ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉസ്താദ് അവറുകളുടെ വഅദ് കേട്ട് നബി തങ്ങളോടുള്ള മഹബ്ബത്തുണ്ടായിട്ട് സ്വപ്നം കണ്ട വർത്തമാനങ്ങൾ ഉസ്താദിനോട് തന്നെ എത്രയോ പേർ പറഞ്ഞിട്ടുണ്ട്. ആ നിലക്ക് വലിയ അനുഗ്രഹീതമായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഇന്ന് മുത്തുനബി തങ്ങളുടെ മദ്ഹ് പറയുന്ന വിഷയത്തിൽ നമുക്ക് എണ്ണാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പണ്ഡിതന്മാരിൽ പ്രധാനിയാണ് ഉസ്താദ് അവർകൾ. ഇൻഷാ അല്ലാഹ് ഏതാനും നിമിഷങ്ങൾ സമയങ്ങൾ കൂടി കഴിയുമ്പോൾ ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് കടന്നു വരികയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ വാർഷികത്തിന് ഒരുമിച്ച് കൂടിയ നമ്മെ സംബന്ധിച്ചിടത്തോളം സ്വലാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് നിസ്കരിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, നോമ്പനുഷ്ഠിക്കാൻ കൽപ്പിച്ചിട്ടുണ്ട്, പല ഇബാദത്തുകളും ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പന നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വലാത്തു ചൊല്ലാൻ അല്ലാഹു കൽപ്പന നടത്തിയപ്പോൾ ഒരു പ്രത്യേകമായ ശൈലിയിലാണ് അല്ലാഹു തആല നമ്മളോട് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ നമ്മളോട് സ്വലാത്ത് ചൊല്ലാൻ കൽപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അതേ അല്ലാഹുവും അവന്റെ മാലാഖമാരും മലക്കുകളും ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലുന്നുണ്ട്, സ്വലാത്ത് വർഷിക്കുന്നുണ്ടേ. യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും അല്ലാഹുവിന്റെ റസൂലിന്റെ മേൽ സ്വലാത്ത് ചൊല്ലണം, സലാം പറയണമെന്ന് അല്ലാഹു പറയുന്നു. ഞാൻ നബി തങ്ങളുടെ മേൽ സ്വലാത്ത് ചെയ്യുന്നുണ്ട്, റഹ്മത്ത് വർഷിക്കുന്നുണ്ട്, മലക്കുകളും അവരുടെ സ്വലാത്ത് നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. അല്ലാഹു തആല പലതും നമ്മളോട് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ സ്വലാത്ത് ചൊല്ലാൻ അല്ലാഹു പറയുന്ന രൂപം ഒരു വ്യത്യസ്തമായ രൂപത്തിലാണ് പടച്ച റബ്ബ് നമ്മളോട് കൽപ്പിച്ചിരിക്കുന്നത്. ഈ സ്വലാത്തിന്റെ മജ്ലിസിലേക്ക് മാസാമാസം നമ്മുടെ മസ്ജിദിന്റെ അങ്കണത്തിൽ ബഹുമാനപ്പെട്ട മിസ്ബാഹ് കോയ തങ്ങളെന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരക്കുട്ടി നമുക്കിവിടെ സ്വലാത്തിന് നേതൃത്വം നൽകുമ്പോ നമ്മുടെ സ്വലാത്തിന്റെ മധുരം ഏറുകയാണ്, അതിന് ഇരട്ടി മധുരം ലഭിക്കുകയാണ്. നബി തങ്ങളുടെ സ്വലാത്തിന്റെ മജ്ലിസിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പേരക്കുട്ടി നമുക്ക് നേതൃത്വമായി ഇവിടെ കടന്നു വരികയാണ്.
പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അതിനെ ഉപയോഗപ്പെടുത്തിയാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും എന്നതിൽ യാതൊരു സന്ദേഹവുമില്ല. ഹബീബായ തങ്ങൾ തന്നെ അത് നമ്മളോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ. ദുനിയാവിന്റെ പ്രശ്നങ്ങളും ആഖിറത്തിന്റെ പ്രശ്നങ്ങളും എല്ലാം നിങ്ങൾക്ക് മാറിയിട്ട് നിനക്ക് വലിയ നന്മ ലഭിക്കണമെങ്കിൽ ഫസല്ലി അലാ ഖൈറിൽ അനാമി മുഹമ്മദി. മുത്തുനബി തങ്ങളുടെ പേരിൽ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ മതി. ആ സ്വലാത്തിന്റെ മജ്ലിസിൽ മുഅ്മിനീങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ പുതിയ കാലത്തിന്റെ അവസ്ഥ എത്രയോ ഭയാനകമാണ്. ആലോചിച്ചു നോക്കൂ. നമ്മുടെ പ്രിയമുള്ള കുഞ്ഞുമക്കളെ നമ്മൾ രാവിലെ അവർക്ക് വേണ്ട തർത്തീബുകളെല്ലാം ചെയ്തു കൊടുത്തുകൊണ്ട് അവരുടെ കലാലയങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞയക്കുകയാണ്. ആ കലാലയത്തിന്റെ ഉള്ളിൽ പോയിട്ട് തിരിച്ചു വരുന്ന നമ്മുടെ മകൻ അവൻ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലേ എന്നറിയാൻ നമുക്ക് കഴിയുന്നില്ല. ചെറിയ ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ചെറിയ അതിന്റെ ഒന്നും പേര് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പണ്ടൊക്കെ നമ്മുടെ മക്കൾ ഏതെങ്കിലും കവലയിൽ പോയിട്ട് ആരെങ്കിലും കാണാതെ ബീഡി വലിച്ച് വീട്ടിൽ വന്നാൽ അതിന്റെ മണം കൊണ്ട് ചിലപ്പോൾ ഉപ്പയും ഉമ്മയും അത് മനസ്സിലാക്കും. കള്ളു കുടിച്ചിട്ട് വന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്നത്തെ രാസലഹരികൾ ഉപയോഗിച്ച് നമ്മുടെ മക്കൾ വീട്ടിലേക്ക് വന്നാൽ അവൻ വലിയ ഉഷാറിലാണ്. അവൻ ഇന്നലത്തെക്കാൾ വലിയ സ്നേഹം ഉമ്മയോട് കാണിക്കും. ചിലപ്പോൾ പ്രകോപനപരമായി അവൻ ഇടപെട്ടേക്കാം. ഇന്നലെ അവൻ ചെയ്തതിനേക്കാൾ കൂടുതൽ സേവനം അവൻ വീട്ടിൽ ചിലപ്പോൾ ചെയ്തേക്കാം. ഇതിന്റെ എഫക്റ്റ് മാറുന്നത് വരെ അവന് പിന്നെ ഉന്മാദത്തിലാണ്. അവൻ ഈ ദുനിയാവിന്റെ ചിന്തയിലല്ല എന്ന് പറഞ്ഞാൽ അവൻ ഏതോ ലോകത്ത് ജീവിക്കുന്നത് മാതിരിയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് അറിയാൻ കഴിയില്ല. അവസാനം ഇത് ഏതെങ്കിലുമൊക്കെ പോലീസോ മറ്റോ പിടിക്കുമ്പോഴാ മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ കണ്ടില്ലേ, ഇവിടെ പ്രസംഗിച്ച പല ഉസ്താദുമാരും പറഞ്ഞിട്ടുണ്ടാകും. കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വന്തം ഉമ്മാനെ മുസ്ലിം നാമധാരിയായ ഒരു ചെറുപ്പക്കാരൻ അവനെ കണ്ടാൽ പാവമാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു പയ്യൻ സ്വന്തം ഉമ്മാനെ വെട്ടിക്കൊന്നുകളഞ്ഞു ലഹരി ഉപയോഗിച്ചിട്ടെങ്കിൽ നമ്മുടെ കാലം എവിടെ കഥപ്പതിച്ചു. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ നാടുകൾക്കൊരു മാറ്റം വരണം. നമ്മുടെ മക്കൾ ഏത് കലാലയത്തിന്റെ ഉള്ളിലേക്ക് കടന്നു ചെന്നാലും അവിടെ വെച്ചവർക്ക് ചിന്തിക്കാൻ കഴിയണം, എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ ഒരു സംഗതി ഉപയോഗിക്കാൻ എനിക്ക് അനുമതി നൽകുന്നുണ്ടോ? ഞാൻ ഇങ്ങനെ വഴിവിട്ട പ്രണയത്തിലേക്കോ വഴിവിട്ട അബദ്ധ സഞ്ചാരത്തിലേക്കോ കടന്നുപോയാൽ എന്റെ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അത് ഇഷ്ടപ്പെടുമോ എന്നവന് ചിന്തിക്കാൻ കഴിയണം. മുഅ്മിനീങ്ങളെ, ഈ സ്വലാത്തും ഇതിന്റെ ദിക്റുകളും മജ്ലിസുകളും നമ്മൾ സംഘടിപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മളെല്ലാം ദുനിയാവിനോട് വിട പറയുന്നൊരു സമയമുണ്ടല്ലോ. നമ്മുടെ അയൽപക്കത്തുള്ള മുസ്തഫ സാഹിബ് എന്ന് പറയുന്ന ഒരു ഉപ്പ ഇന്ന് മരണപ്പെട്ടിട്ടുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഇന്നലെ ഈ ദുനിയാവിൽ ജീവനോട് ഉണ്ടായിരുന്നവരല്ലേ, ഇന്നവര് ഖബറിലേക്ക് പോയല്ലോ. ഇന്ന് ചിറ്റൂർ മുസ്ലിം ജമാഅത്തിന്റെ ഖബർസ്ഥാനിൽ അവർക്ക് വേണ്ടിയുള്ള ഖബറിന്റെ ജനാസയുടെ എല്ലാ പ്രവർത്തനങ്ങളും നടക്കുകയാണ്. അല്ലാഹു അവരുടെ ഖബർ സന്തോഷത്തിലാക്കട്ടെ. എന്റെ പ്രിയമുള്ള ഉമ്മമാരെ, നമ്മൾ ദുനിയാവിൽ എത്ര കാലം ജീവിച്ചാലും ഒരു ദിവസം ഇവിടെ നിന്ന് നമുക്ക് വിട പറയണമല്ലോ. ആ വിട പറയുന്ന സമയം ആർക്കാണ് രക്ഷപ്പെടാൻ പറ്റുന്നത്? ഞാൻ തുടക്കത്തിൽ ഓതി വെച്ച ആയത്തതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ നജ്അലുഹാ ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ആഖിറത്തിലുള്ള സ്വർഗമുണ്ടല്ലോ, അത് അല്ലാഹു തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത് ആർക്കാണെന്നറിയുമോ? ഇവിടെ യഥാ വലിയ ബെൻസുള്ളവനാണോ, കോടിപതിക്കാണോ അല്ലാഹു സ്വർഗം തയ്യാർ ചെയ്തു വെച്ചിരിക്കുന്നത്? അതല്ല വലിയ മണിമാളിക ഉണ്ടാക്കിയവനാണോ? അതല്ല മക്കളെയും മരുമക്കളെയും എല്ലാം നല്ല നിലയ്ക്ക് സെലക്ട് ചെയ്തവനാണോ? മക്കളെ പഠിപ്പിച്ച് വലിയ കോടികൾ ഉണ്ടാക്കുന്ന ഒരു ഉദ്യോഗത്തിലേക്ക് എത്തിച്ചവനാണോ? അല്ല.
അല്ലാഹു തആല പറയുന്നു ലില്ലദീന ലാ യുരീദൂന ഉലുവൻ ഫിൽ അർളി വലാ ഫസാദാ. ദുനിയാവിൽ ജീവിക്കുന്ന സമയത്ത് അഹങ്കാരം കാണിക്കാതെ ഞാൻ കാരണം എൻ്റെ നാട്ടിൽ ഒരു പ്രശ്നമുണ്ടാകാൻ പാടില്ല, എന്ത് പ്രശ്നം നാട്ടിലുണ്ടായാലും അത് ഇല്ലാണ്ടാക്കാനാണ് ഞാൻ ശ്രമിക്കേണ്ടതെന്ന് ചിന്തിക്കുന്ന മനുഷ്യനാരുണ്ടോ അവനിക്കാണ് സ്വർഗം ലഭിക്കുന്നത്. മുഅ്മിനീങ്ങളെ, വൽആഖിബതു ലിൽമുത്തഖീൻ. അവസാന സമയമുണ്ടല്ലോ, നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് റൂഹെത്തുന്ന സമയം. ആ സമയത്ത് കലിമ ചൊല്ലിയിട്ട് നെറ്റിത്തടം ഉയർത്തുകൊണ്ട് സ്വർഗം കണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഞ്ചിരിക്കുന്ന മുഖം കൊണ്ട് മരിക്കാൻ കഴിയുന്നത് ആർക്കെന്നറിയോ? ലിൽ മുത്തഖീൻ. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് തഖ്വ ആരാണോ കടത്തിക്കൊണ്ടുവന്നിട്ടുള്ളത്, ആരാണോ തഖ്വയുള്ളവനായിട്ടുള്ളത്, അല്ലാഹുവിനെ പേടിച്ചവനാരോ അവനിക്കാണ് സ്വർഗം ലഭിക്കുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ അസന്ദിഗ്ധമായി നമ്മളോട് പ്രഖ്യാപിക്കുമ്പോ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിന്റെ മജ്ലിസുകൾ മാസാമാസം ഇവിടെ നടക്കുമ്പോ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ നമുക്ക് ഉപദേശം നൽകുന്നുണ്ടല്ലോ. അപ്പോഴേ നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഓരോ മാസത്തിലും നമ്മുടെ ഈ പള്ളിയുടെ അങ്കണത്തിലേക്ക് കടന്നു വരുന്ന സമയത്തതാ നമുക്ക് പുതിയ അറിവ് ലഭിക്കുകയാണ്. നമ്മൾ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ പടച്ച റബ്ബേ, ആ തെറ്റിൽ നിന്ന് എനിക്ക് മാറണമല്ലോ അല്ലാ, എന്റെ ഖൽബൊന്ന് നന്നാകണമല്ലോ അല്ലാ, എന്റെ ഈമാനിന് സിയാദത്ത് വേണമല്ലോ അല്ലാ എന്നൊരു മനുഷ്യന് ചിന്തിക്കാൻ കഴിയുമല്ലോ മുഅ്മിനീങ്ങളെ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടത് എന്താണ്? ഈ നമ്മുടെ ഉള്ളിന്റെ ഉള്ളിലുള്ള ഈ പ്രദേശത്ത്, ഞാറുനീലി എന്ന് പറയുന്ന ഈ പ്രദേശത്ത്, നമ്മുടെ മസ്ജിദിന്റെ ചോടെ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ ഇന്നിതാ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യം, ബഹുമാനപ്പെട്ട ഫാറൂഖ് നഈമി ഉസ്താദ് അവർകൾ അവിടെ നിന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മദ്ഹിന്റെ ആരവങ്ങൾ നമ്മുടെ സദസ്സിലിതാ മുഖരിതമാകാൻ പോവുകയാണ്. ഈ സമയത്ത് വെറുതെ ഇരുന്നിട്ട് പോകല്ലേ ഉമ്മ. ഈ വർഷം ഇതാ റമദാൻ നമ്മളിലേക്ക് കടന്നു വരികയാണ്. എത്രയോ പാപങ്ങൾ നമ്മൾ ഗതകാലത്ത് ചെയ്തു പോയില്ലയോ, എത്രയോ തെറ്റുകൾ നമുക്ക് സംഭവിച്ചു പോയില്ലയോ, എത്രയോ നിസ്കാരങ്ങൾ നമ്മൾ ഖളാക്കി പോയില്ലയോ, എത്രയോ വേണ്ടാത്തത് നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടുപോയില്ലയോ, വേണ്ടാത്തത് നമ്മുടെ നാവ് കൊണ്ട് സംസാരിച്ചു പോയില്ലേ. എന്റെ പ്രിയമുള്ളവരെ, ഈ സദസ്സിൽ നിന്ന് നമുക്കൊരു മാറ്റം വരണം. നമ്മുടെ ഖൽബിലേക്ക് പടച്ച റബ്ബിനെ കുറിച്ചുള്ള ചിന്ത ഈ സദസ്സ് കഴിയുമ്പോഴേക്ക് നമ്മൾ രൂഢമൂലമാക്കിയെടുക്കണം. അതിന് വേണ്ടത് നമ്മുടെ മനസ്സെപ്പോഴും ക്ലിയർ ആയിരിക്കണം. നമ്മൾ ഒരുപാട് നിസ്കരിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, ഒരുപാട് നോമ്പനുഷ്ഠിച്ചു എന്ന് പറഞ്ഞതുകൊണ്ടോ, ഒരുപാട് ഇബാദത്ത് നമ്മൾ ചെയ്തു എന്ന് പറഞ്ഞതുകൊണ്ടോ മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയില്ല. നമ്മൾ ചെയ്ത നിസ്കാരവും നമ്മൾ ചെയ്ത ഇബാദത്തും നമ്മൾ കൂടിയ മജ്ലിസുകളും എല്ലാം പടച്ച റബ്ബ് ഖബൂൽ ചെയ്യണമെങ്കിൽ അതിനുള്ള നിബന്ധന നമ്മുടെ ഖൽബ് ശുദ്ധമായിരിക്കണം. അതേസമയം അവിടെയും അല്ലാഹു തആല ഒരു എക്സെപ്ഷണൽ കേസായിട്ട് പറഞ്ഞിട്ടുള്ളത് മുത്തുനബി തങ്ങളുടെ സ്വലാത്താണ്. ആ സ്വലാത്ത് എങ്ങനെ ചൊല്ലിയാലും പടച്ചവൻ ഖബൂൽ ചെയ്യും. അത് മുത്തുനബി തങ്ങളോടുള്ള അല്ലാഹുവിന്റെ പരിഗണനയാണ്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മുടെ ഇബാദത്തുകൾ ഖബൂൽ ചെയ്യപ്പെടാൻ നമ്മുടെ മനസ്സിൽ ഇഖ്ലാസ് വേണം. പ്രിയമുള്ളവരെ, നമ്മൾ ആർക്കോ വേണ്ടി നിസ്കരിച്ചത് കൊണ്ടായില്ല, ആരോ കാണാൻ വേണ്ടി ഇബാദത്ത് ചെയ്തതുകൊണ്ട് പടച്ച റബ്ബിന്റെ കോടതിയിൽ പ്രതിഫലം കിട്ടൂല. അതിന് നമ്മൾ എന്ത് വേണം? ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. ആരാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു?
ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ടമായ ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട വല്ലഭനല്ലയോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ഇഖ്ലാസിന്റെ കട്ടി എത്ര വലുതാണെന്നറിയോ? ഒരു യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്ക് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കടന്നു പോവുകയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ സഹാബത്ത് അവിടെ ഉണ്ട്. മുഅ്മിനീങ്ങളെ, ആ സഹാബത്തടക്കം അവിടെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആ ദ്വന്ദ്വയുദ്ധത്തിൽ എതിർപക്ഷത്ത് നിൽക്കുന്ന ഒരു ശത്രുവിനെ കൊല നടത്തുന്നതിന് വേണ്ടിയതാ അവനെ കിടത്തിയിരിക്കുകയാണ്, അവനെ വീഴ്ത്തിയിരിക്കുകയാണ്, അവന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു എന്ന് ഗർജിക്കുന്ന സിംഹം അവനെ വകവരുത്തുന്നതിന് വേണ്ടി, ഇസ്ലാമിന്റെ വിജയത്തിന് വേണ്ടി അവനെ കൊല ചെയ്യാൻ നിൽക്കുകയാണ്. ആ സമയത്തതാ മുന്നിൽ കൊല ചെയ്യപ്പെടുന്നതിന് വേണ്ടി കിടക്കുന്ന ശത്രുവുണ്ടല്ലോ, അയാള് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് തുപ്പുകയാണ്. ദേശത്തോടെ ഒരു തുപ്പുകയാണ്. അലിയാര് തങ്ങൾ പെട്ടെന്ന് അവിടുന്ന് ചാടിയെഴുന്നേറ്റിട്ട് അവനിൽ നിന്ന് മാറി അപ്പുറത്തേക്ക് പോവുകയാണ്. അടുത്ത ശത്രുവിനെ നേരിടാൻ പോവുകയാണ്. അപ്പോഴാണ് ഇയാൾക്ക് ബേജാറ് തോന്നുന്നത്, അല്ലെങ്കിൽ ഇയാൾക്കൊരു സംശയം തോന്നുന്നു. എന്തേ അലിയെ നിങ്ങൾ എന്നെ കൊല നടത്താത്തത്? നിങ്ങൾ എന്നെ കൊല ചെയ്യുന്നതിന് വേണ്ടി എന്റെ പുറത്ത് കയറി നിന്നല്ലോ, എന്നിട്ടോ നിങ്ങളുടെ അരിശം വർദ്ധിക്കുന്ന രൂപത്തിൽ ഞാൻ നിങ്ങളുടെ മുഖത്ത് തുപ്പുകയും ചെയ്തല്ലോ. പിന്നെ എന്തേ അലിയേ നിങ്ങൾ എന്നെ വകവരുത്താത്തതിന്റെ കാരണം എന്താണ് അലിയേ? പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലോചിച്ചു നോക്കൂ. നമ്മുടെ ഏതെങ്കിലും ഒരു ശത്രു നമ്മളോട് വേണ്ടാത്ത രൂപത്തിൽ പെരുമാറിയാൽ നമ്മളവനെ വെറുതെ വിടുമോ? ഇല്ലല്ലോ. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ കൊല്ലാൻ അവിടെ കിടത്തിയിരിക്കുന്ന മനുഷ്യൻ അതിന്റെ ഇടയിൽ അലി തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാണ്. പിന്നെ അവന്റെ അവസ്ഥ പറയണോ? അപ്പോൾ തന്നെ നമ്മളാണെങ്കിൽ എന്ത് ചെയ്യും? അവനെ വകവരുത്തും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അവനെ ഒന്നും ചെയ്തില്ല. അപ്പോഴാണ് ചോദിക്കുന്നത്, എന്തേ അലിയെ നിങ്ങൾ അവനെ കൊല്ലാത്തത്? ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന മറുപടിയാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമ്മളെ ചിന്തിപ്പിക്കേണ്ടത്. അലിയാര് തങ്ങളവിടുന്ന് പറയുന്നു, ഞാൻ ഈ യുദ്ധത്തിലേക്ക് കടന്നു വന്നതിന്റെ ഉദ്ദേശം ഏതെങ്കിലും ഒരു പക വീട്ടാൻ വേണ്ടിയല്ല. എനിക്കാരോടെങ്കിലും പകയുള്ളത് കൊണ്ട്, ദേഷ്യമുള്ളത് കൊണ്ട് ആ ദേഷ്യം തീർക്കാനല്ല ഞാനിവിടേക്ക് കടന്നു വന്നത്. ഞാനിവിടെ ഏതെങ്കിലും ഒരു മനുഷ്യനെ കൊന്നാൽ, ശത്രുവിനെ കൊന്നാൽ, അല്ലെങ്കിൽ ഈ ഇസ്ലാമിന്റെ തേരോട്ടത്തിന് ഞാൻ എന്റെ കുതിരയെ ഒരൽപ്പം മുന്നോട്ട് നയിക്കുന്നുണ്ടെങ്കിൽ അത് നാളെ ആഖിറത്തിൽ എനിക്ക് പ്രതിഫലം ലഭിക്കണം എന്ന ഒരു ഉദ്ദേശമല്ലാതെ മറ്റൊരു ഉദ്ദേശം എനിക്കില്ല. ഈ പാവപ്പെട്ട അലിയുടെ മുഖത്തേക്ക് എന്റെ മുന്നിൽ കിടക്കുന്ന ശത്രു തുപ്പിയല്ലോ. അവൻ എന്റെ മുഖത്ത് തുപ്പിയപ്പോ എന്റെ മനസ്സിൽ വന്ന ചിന്ത അള്ളാഹുവിന് വേണ്ടി അവനെ കൊല്ലുക എന്നല്ല, മറിച്ച് ഇനി ഞാൻ അവനെ കൊന്നാൽ അവൻ എന്റെ മുഖത്ത് തുപ്പിയതിന്റെ പേരിൽ ഞാൻ എന്റെ ദേഷ്യം തീർക്കലായി പോകും. അങ്ങനെ ഞാൻ അവനെ കൊന്നാൽ ഞാൻ എന്റെ ആവശ്യത്തിന് വേണ്ടി ഒരുത്തനെ കൊന്നവനാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ എന്നെ ചോദ്യം ചെയ്യപ്പെടും, ഹിസാബ് ചെയ്യപ്പെടും. നീ എന്തിനാ ഒരുത്തനെ കൊന്നത്? നിന്റെ മനസ്സിൽ പടച്ച റബ്ബിന്റെ പ്രതിഫലം ലഭിക്കണമെന്ന ഉദ്ദേശ്യമുണ്ടായിരുന്നോ? എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആലോചിച്ചു നോക്കൂ.
അലിയാര് തങ്ങളുടെ ഇഖ്ലാസിന്റെ കട്ടി എത്ര വലുതാണ്. സ്വന്തം മുഖത്ത് തുപ്പിയപ്പോ ശത്രുവിനെ ഇനി ഞാൻ ഒന്നും ചെയ്യുന്നില്ല, കാരണം ചെയ്താൽ അത് ചിലപ്പോ എന്റെ വേദന, എന്റെ ദേഷ്യം തീർക്കുക എന്നായി പോവും. പടച്ചോന്റെ പൊരുത്തമായിരിക്കില്ല എന്റെ ഉദ്ദേശം, അതുകൊണ്ട് ഇനി ഞാൻ അവനെ ഒന്നും ചെയ്യുന്നില്ല. അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോവുകയാണ് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ നിസ്കരിക്കുന്നുണ്ടല്ലോ, നോമ്പെടുക്കുന്നുണ്ടല്ലോ, പല ഇബാദത്തും നമ്മൾ ചെയ്യുന്നുണ്ട്, ഖുർആൻ ഓതുന്നുണ്ട്. പക്ഷേ നമ്മുടെ ഖൽബിലേക്ക് ഇതെന്റെ പടച്ച റബ്ബ് സ്വീകരിക്കണമല്ലോ. അല്ലാഹ്, ഒരാളും എന്റെ നിസ്കാരം കാണേണ്ടതില്ല, ഒരാളും എന്റെ നോമ്പ് കാണേണ്ടതില്ല, ഞാൻ ചെയ്യുന്ന ഒരു ഇബാദത്തും ഒരാളും അറിയേണ്ടതില്ല. റബ്ബേ, നീ കാണുന്നുണ്ടല്ലോ അല്ലാഹ്, നീ എനിക്ക് പ്രതിഫലം തരണേ അല്ലാഹ് എന്ന് ചിന്തിച്ചുകൊണ്ടാകണം മുഅ്മിനീങ്ങളെ നമ്മുടെ ഓരോ ഇബാദത്തും. ഒരാള് കാണാൻ വേണ്ടി നമ്മൾ ഒരു ഇബാദത്തും ചെയ്യണ്ട. എന്റെ റബ്ബെന്നെ പൊരുത്തപ്പെടണമെന്ന നിലയ്ക്ക് എന്റെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നെ പൊരുത്തപ്പെടണമെന്ന നിലയ്ക്ക് നമുക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നുണ്ടോ? ആ ഇബാദത്ത് കൊണ്ട് നമുക്ക് സ്വർഗം പണിയാം. അതല്ല, നാലാള് ഞാൻ നിസ്കാരക്കാരനാണെന്നറിഞ്ഞോട്ടെ, നാലാള് ഞാൻ വലിയവനാണെന്നറിഞ്ഞോട്ടെ എന്ന നിലയ്ക്കാണോ ഞാൻ ഇബാദത്ത് ചെയ്യുന്നത്? എന്ന നിലയ്ക്കാണോ ഞാൻ സൽക്കർമ്മം ചെയ്യുന്നത്? ആ സൽക്കർമ്മം കൊണ്ട് ഞാൻ പണിയുന്നത് സ്വർഗമല്ല, സ്വർഗമല്ല, മറിച്ച് പണിയുന്നത് നരകമാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്ത് സലാമത്താക്കി തരുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവർകൾ നമ്മുടെ നാട്ടിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് കുറഞ്ഞ സമയങ്ങൾക്കുള്ളിൽ ഉസ്താദ് അവർകൾ നമ്മുടെ സദസ്സിലേക്ക് എത്തിപ്പെടുന്നതാണ്. നമ്മുടെ സദസ്സിൽ ബഹുമാനപ്പെട്ട ഷാജഹാൻ ഉസ്താദ് അടക്കമുള്ള പണ്ഡിതന്മാർ ഉണ്ട്. ഇൻഷാ അല്ലാഹ് എന്റെ ഈ ഉദ്ഘാടന പ്രഭാഷണം വളരെ പെട്ടെന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വലാത്തിലൂടെ നമുക്കൊരു മാറ്റം വന്ന് നമ്മൾ നന്മയിൽ അധിഷ്ഠിതമായ ഇഖ്ലാസുള്ള ഒരു ജീവിതം നമ്മൾ കെട്ടിപ്പടുക്കുക എന്ന ലക്ഷ്യത്തിലാണല്ലോ നമ്മൾ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ പറഞ്ഞു. നമ്മൾ ആലോചിക്കേണ്ടത് ആ ഇഖ്ലാസോടെ ഇന്നും ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ സമൂഹത്തിലുണ്ട്. മറ്റുള്ള ലാഭങ്ങളൊന്നും ഉദ്ദേശിക്കാതെ അള്ളാഹുവിന്റെ പ്രതിഫലം ലഭിക്കണം എന്ന നിലക്ക് ഒരു സമയം പോലും ഒഴിവാക്കാതെ ലഭിച്ച സമയങ്ങൾ മുഴുവൻ പടച്ച റബ്ബിന്റെ ദീനിന് വേണ്ടി കൊടുക്കുന്നവർ പ്രിയമുള്ളവരെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ഉലമാക്കളുണ്ട്, ഒരുപാട് ഉലമാക്കളുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവർകൾ ആറ്റിങ്ങൽ മഖ്ദൂമിയ ദഅവ കോളേജ് എന്ന് പറയുന്ന സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പളാണ്. പ്രിയമുള്ളവരെ, നമുക്കതല്ല അത് അറിയുന്നതാണ്. മഖ്ദൂമിയെ ഞാൻ ഇവിടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ അൽറിയാൻ ജൗഹരി അടക്കം ഇന്നലെ നമുക്ക് പ്രഭാഷണം നടത്തിയ സനാബർ ഉസ്താദ് അടക്കം ഇപ്പൊ മഖ്ദൂമിയയിൽ അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ മഖ്ദൂമിയെ നമുക്കറിയാം. ഉസ്താദ് ആ ഒരു സ്ഥാപനത്തിന്റെ കാര്യദർശി മാത്രമല്ല. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന് വഅദ് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ മതിയായിരുന്നു. ഓരോ ദിവസവും സദസ്സുകൾക്ക് ഉസ്താദിനെ ലഭിക്കണമെങ്കിൽ നമ്മൾ മാസങ്ങൾക്ക് മുമ്പേ ചിലപ്പോൾ ബുക്ക് ചെയ്യേണ്ടി വരും. ആ നിലയ്ക്ക് ഉസ്താദിന് വഅദിന്റെ മജ്ലിസുകളുണ്ട് കേരളത്തിനകത്തും പുറത്തുമൊക്കെ ആയിട്ട്. ഉസ്താദിന് അങ്ങനെ മുന്നോട്ട് പോയാൽ മതിയായിരുന്നു.
ജനങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള എല്ലാ ഒത്താശയും ബഹുമാന ആദരവുകളും ലഭിക്കുമായിരുന്നു. പക്ഷേ എനിക്ക് ലഭിച്ച കഴിവുകൊണ്ട് ഈ ദീനിന് എന്ത് എനിക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്യണമല്ലോ എന്ന നിലയ്ക്ക് ഉസ്താദ് അവർകൾ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇന്ന് മഖ്ദൂമിയയിൽ നിന്ന് പഠിച്ചിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികൾ നമ്മളെല്ലാം ഉസ്താദ് അവർകൾ ഏറ്റ വെയിലിന്റെ ആ തണൽ പറ്റിയിട്ടാണ് നമ്മൾ ഇൽമു നുകർന്നത്. എന്തെങ്കിലും ഒരു അറബി അക്ഷരങ്ങൾ നമുക്ക് വായിച്ച് അർത്ഥം പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ ഉസ്താദ് അവരുടെ സഅയാണ്. അല്ലാഹു എവിടത്തേക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും നൽകണേ റഹ്മാനെ. ഉസ്താദ് അവരുടെ ആ കോളേജിൽ നിന്ന് ഇന്ന് 300-ൽ പരം ജൗഹരിമാർ ആലിമീങ്ങളായി പഠിച്ചിറങ്ങി വിവിധ ഭാഗങ്ങളിൽ അവർ ദീനീയ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുദർരിസുമാർ, പ്രഭാഷകന്മാർ, മറ്റുള്ള സേവനങ്ങൾ നടത്തുന്ന എത്രയോ പേരുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. എന്നാൽ ഇന്ന് ആറ്റിങ്ങൽ മഖ്ദൂമിയ ദഅവ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളെക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ന് ഉത്തരേന്ത്യയിൽ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അവിടെ പോയി പാവങ്ങളെ കണ്ടുപിടിച്ച് പള്ളി വേണ്ട ഇടങ്ങൾ കണ്ടെത്തി പാവങ്ങൾക്ക് ഭക്ഷണം വേണ്ടവർക്ക് ഭക്ഷണം നൽകി ഒന്നും അറിഞ്ഞുകൂടാത്ത വിദ്യാഭ്യാസമില്ലാത്ത മുസ്ലിം പേര് മാത്രമുള്ളവരെ വിളിച്ചുകൂട്ടിയിട്ട് ഉസ്താദിന്റെ ശിഷ്യന്മാർ ഉസ്താദ് അവരുടെ നേതൃത്വത്തിൽ ഇന്ന് മഖ്ദൂമിയിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥികൾ ഹിറ എഡ്യൂക്കേഷൻ സെന്റർ പോലെയുള്ള അവിടുത്തെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്ഥാപനങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുക. നമ്മളെപ്പോലെ വേഷം ധരിച്ച് ഇവിടത്തെ മങ്കൂസ് മൗലിദും ഇവിടത്തെ ആദർശങ്ങളും ഇവിടത്തേതായ ദീനിന്റെ ചൈതന്യവും അവിടെ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഉസ്താദിന്റെ സഈ ആരും ചോദിക്കില്ലല്ലോ ഉസ്താദ് അവർകളോട്. ഞാൻ ഓർത്തു പോവുകയാണ്, കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഖാദിസിയിൽ നിന്ന് ഇറങ്ങുന്ന കൊല്ലം ഉത്തരേന്ത്യയിൽ ഒരു ദഅവത്തിന് വേണ്ടി റമദാനിൽ പോയിരുന്നു. ഉസ്താദ് അവരുടെ നിർദ്ദേശപ്രകാരം അവിടേക്ക് ഉസ്താദ് അതിഥിയായി വന്നു. എന്തിനാണ് വന്നത്? പാവങ്ങൾക്ക് ഡ്രസ്സ് വിതരണം ചെയ്യാനാണ്. അങ്ങനെ നമ്മളൊരു ഓരോ വീട്ടിലും ചെന്ന് ഡ്രസ്സ് വേണ്ട കുട്ടികളുടെ എണ്ണമൊക്കെ എടുത്ത് അവരുടെ ഡ്രസ്സിന്റെ അളവ് ചോദിക്കുമ്പോ, പ്രിയമുള്ളവരെ, ചില മക്കൾക്ക് അവര് ധരിച്ചിരിക്കുന്ന വസ്ത്രം മാത്രമേ ഉള്ളൂ, മറ്റൊരു വസ്ത്രം എടുക്കാനില്ല. അളവ് ചോദിക്കുമ്പോ ആ വസ്ത്രം നോക്കിയിട്ടാണ് പറഞ്ഞു തരുന്നത്, ഇന്നതാണ് എന്റെ കുട്ടിയുടെ ഡ്രസ്സിന്റെ അളവ്, മറ്റൊരു വസ്ത്രം എടുക്കാനില്ല അവർക്ക്. ആ നിലയിലുള്ളവർ ഉസ്താദ് അവർകൾ അവിടെ വന്നു. അവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരനെ പോലെ നിന്ന് നമുക്കൊക്കെ ആശ്ചര്യം തോന്നിപ്പോയി. ഉസ്താദ് അവർകൾ അവരുടെ ഇടയിൽ ഒരു സാധാരണക്കാരെ പോലെ നിന്ന് ആ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു. ലഭിക്കാത്ത കുഞ്ഞുമക്കളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഉസ്താദ് അവർകൾ കൊടുക്കുകയാണ്. അവിടെ അവിടുത്തെ സൗകര്യങ്ങളെല്ലാം വളരെ കുറവാണ് അവിടെ. പക്ഷേ അവിടെ ഒരു സാധാരണക്കാരനെ പോലെ എല്ലാവരോടും ഇടപെട്ടുകൊണ്ട് ഉസ്താദ് നിലകൊണ്ടു. പ്രിയമുള്ളവരെ, ആ ഉസ്താദ് അവർകൾ ഇന്ന് നമ്മുടെ കേരളത്തിൽ നമ്മൾ ആലോചിക്കണം, ഒരുപാട് ഉലമാക്കൾ അങ്ങനെ ദീനിന് വേണ്ടി അഹോരാത്രം പണിപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനിയാണ് നമ്മുടെ ഉസ്താദ് അവർകൾ. അവിടുന്ന് ഓരോ സഞ്ചാരങ്ങളും ദീനിന് വേണ്ടിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടത്തേക്ക് ആഫിയത്തും ദീർഘായുസ്സും നൽകട്ടെ. ഇന്ന് നമുക്ക് അവിടത്തെ പ്രഭാഷണം ശ്രവിക്കാൻ അവസരം ലഭിച്ചു എന്നത് നമ്മുടെ ഭാഗ്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, ഉസ്താദ് അവർകൾ, ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ മഹബ്ബത്തിന്റെ വേദിയിൽ ഇവിടെ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ നമ്മുടെ ഖൽബിൽ നബിതങ്ങളോടുള്ള മഹബ്ബത്തും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയുള്ള മഹബ്ബത്താകണം. ബഹുമാനപ്പെട്ട നഈമി ഉസ്താദ് അവർകളെ നബിതങ്ങളുടെ മദ്ഹ് പറയുന്ന ആളാണല്ലോ എന്ന നിലയ്ക്ക് വല്ലാതെ സ്നേഹിച്ചിരുന്ന ഒരാളായിരുന്നു. കുറഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് വഫാത്തായി പോയ അലിക്കുഞ്ഞി ഉസ്താദ്, ചെറിയ അലിക്കുഞ്ഞി ഉസ്താദ് എന്ന സാത്വികനായ പണ്ഡിതൻ. അവിടത്തെ മുഖം കണ്ടാൽ തന്നെ നമുക്ക് അള്ളാഹുവിനെ, അവന്റെ ഹബീബിനെ ഓർമ്മ വരുന്ന രൂപത്തിൽ വലിയ തഖ്വയിൽ അധിഷ്ഠിതമായി മുത്തുനബിതങ്ങളുടെ സ്നേഹം പ്രചരിപ്പിച്ച ആളാണ് ചെറിയ അലിക്കുഞ്ഞി ഉസ്താദ്. നഈമി ഉസ്താദ് അവർകളോട് വലിയ മഹബ്ബത്തായിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞത്, അവിടത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള സ്നേഹം അതിരറ്റ സ്നേഹമായിരുന്നു. പ്രിയമുള്ളവരെ, ചെറിയ ഉസ്താദ് അവർകളുടെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ ശിഷ്യന്മാർ ഫേസ്ബുക്കിലൊക്കെ ആയിട്ട് അവിടുത്തെ മഹത്വം ഇങ്ങനെ എഴുതിയപ്പോൾ ഞാൻ വായിച്ചു ഒരു സംഗതി. ഉസ്താദ് അവർകൾ മദീനയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ അവിടുന്ന് മദീനയിലെത്തിയാൽ മുകളിലേക്ക് നോക്കാറില്ല. നമ്മൾക്കെങ്ങാനും അവസരം കിട്ടിയാൽ അവിടെ എത്തിയാൽ ഉടൻ നമ്മൾ മുത്തുനബി തങ്ങളുടെ പച്ച കുബ്ബയിലേക്ക് നോക്കുമല്ലോ.
ഞാൻ നിർത്തുകയാണ്. ഉസ്താദ് അവർകൾ, ചെറിയ ഉസ്താദ് മദീനത്തെത്തിയാൽ അവിടുന്നതാ തലമുകളിലേക്ക് നോക്കാറില്ല. അപ്പൊ മറ്റുള്ളവര് ചോദിക്കുമ്പോ ഉസ്താദ് കാരണം പറയുന്നത്, ഈ പാവപ്പെട്ട അലിക്കുഞ്ഞിക്ക് ഈ മദീനയിൽ തലയുയർത്താൻ എന്തവകാശമാണ്? ഇവിടെ കിടക്കുന്നത് ഹബീബായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണല്ലോ. ആ ഉസ്താദ്, ചെറിയ ഉസ്താദ് തന്നെ മറ്റൊരവസരത്തിൽ അവിടുന്ന് ക്ലാസ് എടുക്കുന്ന സമയത്ത് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ജനിച്ച ദിവസം തിങ്കളാഴ്ചയാണല്ലോ എന്ന് പറഞ്ഞ് ആ തിങ്കളാഴ്ചയുടെ മഹത്വം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ മുത്തഅല്ലിമീങ്ങളോട് ചെറിയ ഉസ്താദ് പറയുകയാണ്, മക്കളെ, ഭാഗ്യത്തിന് ഞാൻ ആ തിങ്കളാഴ്ച ജനിച്ചില്ലല്ലോ. ആ തിങ്കളാഴ്ച ജനിക്കാത്തതെന്റെ ഭാഗ്യം തന്നെ. ആ സമയത്ത് ശിഷ്യന്മാരാലോചിച്ചു, ഉസ്താദ് എന്താ ഇങ്ങനെ പറയുന്നത്? മുത്തുനബി തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച ജനിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമല്ലേ? ഉസ്താദ് എന്താ ഞാൻ തിങ്കളാഴ്ച ജനിക്കാത്തതിന്റെ ഭാഗ്യമെന്ന് പറഞ്ഞത്? അങ്ങനെ ശിഷ്യന്മാര് സംശയം ചോദിക്കാൻ നിൽക്കുമ്പോ ചെറിയ ഉസ്താദ് എന്ന മഹാനുഭാവൻ അവിടുന്ന് പറയുകയാണ്, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച തിങ്കളാഴ്ച ജനിക്കാൻ ഈ പാവപ്പെട്ട അലിക്കുഞ്ഞിക്ക് എന്ത് അർഹതയാണുള്ളത്? അതുകൊണ്ടാണ് മക്കളെ ഞാനത് പറഞ്ഞതെന്ന് ചെറിയ ഉസ്താദ് പറഞ്ഞെങ്കിൽ, മുഅ്മിനീങ്ങളെ, അവിടുന്ന് അടുത്ത് വഫാത്തായ മഹാനാണ്. അവിടത്തെ മഹബ്ബത്തിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമുക്ക് നബിതങ്ങളോട് ഖാലിസായ മഹബ്ബത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.